ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവകൃപയാൽ ഇന്നും യൂദ ലേഖന പഠനം നാം തുടരുകയാണ്. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. പ്രസ്തുത പഠനത്തിൻ്റെ 164 എപ്പിസോഡിലേക്ക് വിനയത്തോടെ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവസ്നേഹത്തിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരുവൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. നാം ഓർത്തതുപോലെ ആ പ്രത്യാശയെക്കുറിച്ച് 24 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, അർത്ഥാൽ ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തും എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. നാം ഓർത്തതുപോലെ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ അത് നമ്മുടെ ജീവനുള്ള പ്രത്യാശയാണ്. ഇറ്റ്സ് അവർ ലിവിങ് ഹോപ്പ്. തന്നെയുമല്ല, പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ അത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയാണെന്നും ആ രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ നാം കാക്കപ്പെടുന്നുവെന്നുള്ളതും ഓർക്കുകയുണ്ടായി. ആ പ്രത്യാശയുടെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന, നാം സാധാരണ ഓർക്കുന്ന ഒരു തിരുവചന ഭാഗത്തിലേക്ക് തന്നെ അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൈവ പൈതലിൻ്റെ തീർന്നു പോകാത്ത ജീവനുള്ള പ്രത്യാശയുടെ അനുഗ്രഹീതമായ വാഗ്മയ ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എന്താണ് ആ പ്രത്യാശയുടെ ആനന്ദം എന്ന് പറയുന്നത്? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നുള്ളതാണ്. അർത്ഥാൽ കാൽവറി ക്രൂശിൽ ജീവൻ തന്ന കർത്താവിനെ കാണുവാൻ ദൈവ പൈതലിന് നിശ്ചയമായിട്ടും ആഗ്രഹമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ആ താല്പര്യത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണ്, പാപമാണ് എന്ന് മറക്കരുത്. കർത്താവിനോടൊപ്പം ആയിരിക്കാനുള്ള താല്പര്യം ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും നല്ല ലക്ഷണങ്ങളിലൊന്നാണ്. ദൈവസഭയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യൂദ എഴുതിയ ലേഖനത്തെ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യാശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ്. എവിടെ ഇരിക്കുമെന്നാണ് പറയുന്നത്? നാം സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിത്യത മുഴുവൻ സ്വർഗത്തിൽ ചിലവഴിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് വാക്യത്തിലേക്ക് വരിക. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മറ്റാരെക്കുറിച്ചും നമുക്കിങ്ങനെ കാണുവാൻ കഴിയുകയില്ല. മരിച്ചുപോയ
നല്ല നേതാക്കന്മാർ നമുക്കുണ്ട്, മരിച്ചുപോയ പല ആളുകൾ ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ അവരാരും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് മാത്രമല്ല, അവരാരും വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ടുമില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, തൻ്റെ ജനത്തെ ചേർക്കേണ്ടതിന്, പ്രത്യാശ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് സഭയുടെ ആത്മമണവാളൻ സഭയെ ചേർക്കുവാനായി, ദൈവജനത്തെ ചേർക്കുവാനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോഴെന്താ സംഭവിക്കുക? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ച ആരും നഷ്ടപ്പെട്ടു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യാശ ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല ദൈവത്തിൻ്റെ ക്രമീകരണം. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, പാപമോചനം വന്നവർ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തങ്ങളുടെ പാപങ്ങളെ നീക്കി ദൈവമക്കളായി തീർന്നവർ, അവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. യേശു കർത്താവിൻ്റെ വരവിങ്കൽ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ കർത്താവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിൽ പ്രത്യാശയായിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ടവർ ഭയപ്പെടേണ്ടുന്നവരല്ല, അവർ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല. ജീവനോടെ ഇന്നിരിക്കുന്ന നമുക്കും ഇത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, കർത്താവിനെ അംഗീകരിച്ചവർ, ദൈവമക്കളായി തീർന്നവർ, അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരും. തീർന്നില്ല കേട്ടോ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടും. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, അവർ മരിച്ചു പോയവരായിരുന്നാൽ അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർ കർത്താവ് വന്ന് വാനമേഘങ്ങളിൽ ചേർക്കുവാൻ വിളിക്കുമ്പോൾ നാം ഒരുമിച്ച് ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുന്ന ഒരുവന് ഈ പ്രത്യാശയാൽ നിറയുവാനായിട്ട് സാധിക്കും. നമ്മെ വീഴാതെ വണ്ണം ഇന്നിവിടെ സൂക്ഷിക്കുകയും തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുകയും ചെയ്യുമെന്നുള്ള വലിയ ഉറപ്പ് ദൈവജനത്തിനുണ്ട്. എന്നാൽ ആ ഉറപ്പിൻ്റെ സന്തോഷത്തിലാണോ താങ്കളുടെ ക്രിസ്തീയ ജീവിതം? രക്ഷയുടെ സന്തോഷം താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? കൂടുതലായ വിശുദ്ധ ജീവിതം താങ്കൾക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവസന്നിധിയിൽ അനുദിന വിശുദ്ധിയിൽ വളരുവാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ഈ പ്രത്യാശ ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ, മരണത്തിനപ്പുറത്തെ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ ജീവിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും ഒരു അഗ്നി തടാകം ഉണ്ട്, ഒരു എരിനരകമുണ്ട്. കർത്താവിനെ അംഗീകരിക്കാത്ത ആരായിരുന്നാലും പാപമോചനം പ്രാപിക്കാത്തവർ നിത്യനരകത്തിലേക്ക് പോകുമെന്നുള്ള വസ്തുത വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ്. ക്രിസ്തു ദൈവമായതുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് താങ്കളുടെ ഹൃദയത്തിൽ വരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിനെ ഏകരക്ഷിതാവും ഏക കർത്താവും ഏക ദൈവവുമായിട്ട് അംഗീകരിക്കുക. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ മരണത്തിനപ്പുറത്തും പ്രത്യാശയുള്ളവരായിരിക്കും. ഈ നല്ല ചിന്ത കൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തെയും അതേപോലെ ഭാവി ജീവിതത്തെയും അനുഗ്രഹമാക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.